ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ പ്രണയത്തിലാണോ? എപ്പോഴും അവരുടെ ഓർമ്മകള്, ചിന്തകള്, കാര്യങ്ങൾ കൊണ്ട് വട്ട പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? ഇനി ഇത് പ്രണയം തന്നെയാണോ? ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ പ്രണയിക്കുവാണോ? ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ പ്രണയത്തിലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള 4 ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് തിങ്കിങ് ആണ്. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോഗിങ്ങിന് പോകുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഇനി പാട്ട് പാടുമ്പോഴും അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴും ഒന്ന് സമാധാനമായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചെന്ന് ബാത്റൂമിൽ കയറി കുളിക്കാൻ തുടങ്ങുമ്പോഴും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവരുടെ ഓർമ്മകളാണോ? എങ്കിൽ യു ആർ ഇൻ ലവ്. അതെ, നിങ്ങൾ അവരെ പ്രണയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെസ്സേജ് അയക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അവരോട് എപ്പോഴും മിണ്ടാനും മെസ്സേജ് അയക്കാനൊക്കെ തോന്നും. എന്നാലും ഒരു ചമ്മലുണ്ടാവും. വേണോ വേണ്ടോ, വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ എടുത്തോട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുകയും അവർക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. ഇനി ഫോണൊക്കെ യൂസ് ചെയ്യണം, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിലൊക്കെ റീല് കാണണം. ആ റീലിൽ കാണുന്ന കുട്ടി നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു കുട്ടിയെ പോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും തോന്നുകയാണ്. അവർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. ആ റീലിലുള്ള കുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴും തോന്നുകയാണ്. എപ്പോഴും അവരുടെ ചിന്തകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുകയാണ് എന്നതാണ്. അതായത് നിങ്ങൾ പ്രണയത്തിലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യാണ്. വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവരുടെ ചോദിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസും പേരും വീടും നാടും എല്ലാം നിങ്ങളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പിന്നെ അവരുടെ ആ ഒരു നോട്ടവും അവർ നടക്കുന്ന ആ ഒരു സ്റ്റൈലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിങ്ങനെ അനുകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ആ ഒരു കൺട്രോൾ ഇല്ല നിങ്ങളുടെ മൈൻഡിനെ. അത് വേണ്ടെന്ന് വിചാരിച്ച പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അവരുടെ പുറകെ നിങ്ങളിങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ നടത്തുകയാണ് അവരുടെ പുറകെ തന്നെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രണയത്തിലാണ് എന്നത് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി സമാധാനമായിട്ട് രാത്രിക്കൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്താ അവരുടെ മുഖമാണ് വരുന്നത്. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ വേണ്ട നിങ്ങളുടെ ഡ്രീംസിലൊക്കെ അവരാണ്. നിങ്ങൾ ഒരുമിച്ച്, അതായത് നിങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് ട്രിപ്പ് പോകുന്നത്, ഒരേ പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്, ഒരുമിച്ച് TV കാണുന്നത്, നിങ്ങൾ ഒരേ കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകുന്നത്, ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്, ഇങ്ങനെ എല്ലാ സ്വപ്നങ്ങളിലും അവർ തന്നെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ അവരുമായിട്ട് പ്രണയത്തിലാണ് എന്നത് തന്നെയാണ്. ഈ പറഞ്ഞ ഈ 4 സയൻസിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.